നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട അധികാരികളുടെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിനെതിരെ CPM പാർട്ടി തനിക്കെതിരെ നോട്ടീസ് അടിച്ചിറക്കി ജനങ്ങൾക്കിടയിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയാണെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ് നെല്ലിശ്ശേരി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൊടകര ടൗണിലെ പൊതുശൌചാലയങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാത്തതിനും ചാലക്കുടി ഭാഗത്തേക്കുള്ള റോഡിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം തുറക്കാത്തതിനുമെതിരെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലും പാർട്ടി യോഗങ്ങളിലും പ്രതിഷേധമുയർത്തിയിരുന്നു. പാർട്ടിയിലെ ചില നേതാക്കളുടെ തെറ്റായ പ്രവൃത്തികളെയും ഇത്തരത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പാർട്ടി നേതാക്കൾ ഇതിനെതിരെ നടപടിയെടുത്തില്ലെന്നും നെറികേടിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കച്ചവട താൽപര്യമുള്ള നേതാക്കൾ ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണെന്നും ജോയി ആരോപിച്ചു. കൊടകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം താൻ രാജിവെച്ചതായും തന്നിൽ പ്രതീക്ഷയർപ്പിച്ച ജനങ്ങളുടെ വികാരം മാനിച്ച് വാർഡ് മെമ്പറായി തുടരുമെന്നും ജോയ് നെല്ലിശ്ശേരി അറിയിച്ചു. മറ്റു പാർട്ടികളിൽ ചേരാതെ സ്വതന്ത്ര ഇടതുപക്ഷക്കാരനായി തുടർന്ന് പ്രവർത്തിക്കുമെന്നും ജോയ് പറഞ്ഞു. തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്നെ മോശക്കാരനാക്കുന്ന വിധത്തിൽ CPM പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നോട്ടീസ് അച്ചടിച്ചേർക്കുകയുണ്ടായി. പുറത്താക്കി എന്നുള്ള വിവരണമാണ് അതിലവർ വേണ്ടിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം 1.5 വർഷം മുൻപ് ഇത്തരം നെറികേടുകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന രീതി ഉണ്ടായതിൻ്റെ ഭാഗമായി 1.5 വർഷം മുൻപ് ഞാൻ വഹിച്ചിരുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർ, പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, പാർട്ടി മെമ്പർഷിപ്പ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് LC സെക്രട്ടറി ആയിരുന്ന KV നൈജോന് രേഖാമൂലം ഞാൻ കത്ത് നൽകിയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്നെ ഒഴിവാക്കാതെ കുറച്ച് നാളുകൾ ആ രീതിയിൽ തന്നെ തുടർന്ന് ഒടുവിൽ ലോക്കൽ സമ്മേളനത്തിലാണ് എന്നെ ഒഴിവാക്കിയിട്ടുള്ളത്. അല്ലാതെ സംഘടനാപരമായി നടപടിയെടുത്ത് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ ദേശീയപാതയിൽ അശാസ്ത്രീയ ഗതാഗത പരിഷ്കരണം നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി CPM പ്രവർത്തകർ. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം അടച്ചുകെട്ടിയ സർവീസ് റോഡ് CPM പ്രവർത്തകർ തുറന്നു നൽകി. ദിവസങ്ങളായി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. അടിപ്പാതയുടെ മേൽപ്പാതയ്ക്കായി ദേശീയപാതയുടെ ഓരത്ത് അടിത്തറ കോരുന്ന പണികൾ നടക്കുന്നതിനാൽ സർവീസ് റോഡിന്റെ വീതി കുറഞ്ഞതും സർവീസ് റോഡിലേക്കുള്ള പ്രവേശനം വീതി കുറഞ്ഞതുമാണ് കുരുക്കിന് കാരണമായത്. കുരുക്കു കുറയ്ക്കാൻ സർവീസ് റോഡ് അടച്ചുകൊണ്ടുള്ള ഗതാഗത പരിഷ്കരണം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് നടപ്പാക്കിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. വെള്ളിയാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്ക് വൈകിട്ടും തുടരുകയായിരുന്നു. ഇതിനിടെ വെള്ളിയാഴ്ച KSRTC സ്റ്റാൻഡിനു മുന്നിലെ ഡിവൈഡർ ഭാഗികമായി തുറന്നത് അപകട സാധ്യതയായി. നിരന്തരം അപകടങ്ങളെ തുടർന്നാണ് ഇവിടെ ഡിവൈഡർ അടച്ചുകെട്ടിയത്. നടപടികൾ അശാസ്ത്രീയമായെന്നാരോപിച്ചാണ് CPM പ്രവർത്തകർ രംഗത്തെത്തിയത്. പ്രതിഷേധ സമരം CPM ഏരിയ കമ്മിറ്റി അംഗം EK അനോബ് ഉദ്ഘാടനം ചെയ്തു. അൽജോ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ PC സുബ്രൻ, സരിത രാജേഷ്, PV മണി എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ ഈ സർവീസ് റോഡ് കെട്ടിയടക്കേണ്ടുന്ന യാതൊരു വിധത്തിലുമുള്ള ആവശ്യവും ഇവിടെയില്ല. കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്രൂരമായിട്ടുള്ള ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ കൊട്ടിയടച്ചിട്ടുള്ള ഈ കോൺക്രീറ്റ് തൂണുകൾ CPIM-ന്റെ ഉശിരന്മാരായ പ്രവർത്തകർ എടുത്തു മാറ്റിയിരിക്കുകയാണ്. ബന്ധപ്പെട്ട് താൽക്കാലികമായി ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ്. അതിൽ ഇളവ് കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി NHAയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല ശക്തികളും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചറിയാം, കൃത്യമായിട്ട് പുതുക്കാടിനെ സംബന്ധിച്ച് ഈ റോഡ് പണി ആരംഭിച്ച സമയത്ത് തന്നെ നമ്മുടെ KSRTC ജംഗ്ഷനിലുള്ള യൂട്ടേൺ അടച്ചു കിട്ടുകയും നമുക്ക് താൽക്കാലികമായി സർവീസ് റോഡിൽ ഒരു ബസ് ഷെൽട്ടർ പണിയുകയും ഇപ്പോഴിതാ ഈ ബൈ റോഡ് പണികളക്കുന്നത് മൂലം നിരവധിയായ വാഹനങ്ങളാണ് ഇതുവഴിയിലൂടെ കടന്നു പോകുന്നത്. തീർച്ചയായും ഈ ഗതാഗത സൗകര്യം പൂർണ്ണമായി അടച്ചുകൊണ്ട്
ജനജീവിതത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് നാഷണൽ ഹൈവേ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം തിരുത്തണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കൊടകരയിൽ നടന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. അമ്പിളി സോമൻ, സരിത തിലകൻ, ബിന്ദു ബഷീർ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ, ജോയിന്റ് സെക്രട്ടറി മേരി തോമസ്, ജില്ലാ ട്രഷറർ KR സീത, സമ്മേളന സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, PR പ്രസാദൻ, സരിത രാജേഷ്, അശ്വതി ഷൈജു, മോളി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി അമ്പിളി സോമൻ, സരിത രാജേഷ്, അമ്പിളി വേണു എന്നിവരെ തിരഞ്ഞെടുത്തു. കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ റാഫേൽ മാലാഖയുടെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ആഘോഷമായ വിശുദ്ധ കുർബാന, ലതീൻ, നൊവേന തുടർന്ന് കൊടിയേറ്റം നടത്തി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികനായി. 2025 വിവാഹത്തിന്റെ 25-50 ജൂബിലി ആഘോഷിക്കുന്നവരെ അനുമോദിച്ചു. മാർഗം കളി അവതരണവും നടന്നു. ചിൽഡ്രൻസ് മിനിസ്ട്രി ഫൊറോനപ്പ് മത്സരത്തിൽ പങ്കെടുത്തവർക്കും ഓണാഘോഷ മത്സരങ്ങളിൽ വിജയികളായവർക്കും ഉള്ള സമ്മാന വിതരണവും നടത്തി. ഒക്ടോബർ 10, 11, 12, 13 തീയതികളിലായാണ് ഊട്ടുതിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് ഇന്ന് മാത്രം 640 രൂപയാണ് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന് 87,560 രൂപയും ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 10,945 രൂപയുമായി. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസുമടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് 95,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. നിലവിൽ 1 ഗ്രാം സ്വർണത്തിന് 12,000 രൂപ നൽകേണ്ടി വരും. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ദീപാവലിയോടെ സ്വർണം 12,000 രൂപയിലേക്ക് ഗ്രാമിന് എത്തുമെന്നാണ് നിലവിലുള്ള സൂചനകൾ. വിവാഹ വിപണിയെ സ്വർണ്ണവില ഉയരുന്നത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. പഠിപ്പിക്കാൻ ഞങ്ങൾക്കൊരു അധ്യാപകനെ തരണം. എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഈ അപേക്ഷ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത്. എൻ്റെ പേര് മുഹമ്മദ് അൽത്താഫ് ഫയസ്. എച്ചിപ്പാറ ട്രൈബൽ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ പഠിപ്പിക്കാൻ ഇവിടെ അധ്യാപകരില്ല. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ ഞങ്ങൾ പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെ തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഭാവി പോവാതെ നിങ്ങളാണ് നോക്കേണ്ടത്. ഞങ്ങൾക്കൊരു അധ്യാപകനെ തരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. തനിക്കും സഹപാഠികൾക്കും വേണ്ടിയുള്ള മുഹമ്മദ് അൽത്താഫ് എന്ന 8ാം ക്ലാസ്സുകാരൻ്റെ അപേക്ഷ വിദ്യാഭ്യാസ മന്ത്രിയോടാണ്. പഠനം വഴിമുട്ടിയ ആശങ്ക നിറഞ്ഞ ഈ വാക്കുകൾ ഗൗരവമുള്ളതാണ്. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ചിമ്മിനി ഡാമിന് സമീപത്തായി മനോഹരമായ അന്തരീക്ഷത്തിലാണ് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ആദിവാസി ഊരുകളിലെയും തോട്ടം തൊഴിലാളികളുടെയും മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. അരനൂറ്റാണ്ട് പിന്നിട്ട സ്കൂളിൽ അംഗൻവാടി മുതൽ 7ാം ക്ലാസ് വരെ 90ഓളം കുട്ടികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കൂടി വേണമെന്ന രക്ഷിതാക്കളുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് ഹൈക്കോടതിയുടെ ഇടപെടലിൽ 2018 8ാം ക്ലാസ് അനുവദിച്ചു കിട്ടിയത്. എന്നാൽ അന്നു മുതൽ ഇങ്ങോട്ട് ഈ 8ാം ക്ലാസ്സിനായി ഒരു അധ്യാപകനെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. താൽക്കാലിക നിയമനത്തിലെത്തുന്ന പ്രൊട്ടക്റ്റഡ് അധ്യാപകർ 1-2 മാസങ്ങൾ കഴിയുന്നതോടെ പാരന്റ് സ്കൂളിൽ നിയമനം വാങ്ങി പോവുകയാണ് പതിവ്. എച്ചിപ്പാറ സ്കൂളിലേക്കുള്ള ദൂരെ കൂടുതലും മുഴുവൻ വിഷയങ്ങളും ഒരു അധ്യാപകൻ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നതുമെല്ലാമാണ് അധ്യാപകരെ ഈ സ്കൂളിന്റെ ചുമതലകളിൽ നിന്ന് ഒഴിവാകാൻ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി ഈ വിദ്യാലയത്തിലുണ്ടായിരുന്ന അധ്യാപികയായിരുന്നു 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആശ്വാസം. എന്നാൽ
2025 തുടക്കത്തിൽ തന്നെ ഈ അധ്യാപിക സ്ഥലം മാറിപ്പോവുകയായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് 4 മാസത്തിനിടെ 3 അധ്യാപകരാണ് ഇവിടെ വന്നുപോയത്. ഇതിനിടയ്ക്ക് 1.5 മാസത്തോളം ആരും ഇല്ലാത്ത അവസ്ഥയും. അധ്യാപകരുമായി കുട്ടികൾ കൂട്ടുകൂടി വരുമ്പോഴേക്കും അവർ മാറിപ്പോകും. ഇതോടെ ഈ കുട്ടികളുടെ തുടർ പഠനം താളം തെറ്റും. ഭാവി അനിശ്ചിതത്വത്തിലായെന്ന് കണ്ട് പലരും 12 കിലോമീറ്റർ അപ്പുറം ദൂരെയുള്ള സ്കൂളിലേക്ക് TC വാങ്ങിപ്പോയതോടെ നിലവിൽ 10 വിദ്യാർത്ഥികളാണ് 8ാം ക്ലാസ്സിൽ അവശേഷിക്കുന്നത്. LP UP അധ്യാപകർ ഇടവിട്ട് ക്ലാസ്സിലെത്തിയാണ് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. പുതിയ സ്കൂളിലേക്ക് പോയാലും പഠനഭാഗങ്ങളിൽ തുടർച്ചയില്ലാത്തതിനാൽ ഈ കുട്ടികൾ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. നിലവിൽ നമ്മളിവിടെ ഒരു ചെറുതല്ല വിഷയം ആയിട്ടാണ് നമ്മൾ ഈ മീഡിയാസിനെ വിളിച്ചു വരുത്തിയത്. അതായത് നിലവിൽ നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമുക്ക് 8ാം ക്ലാസ് ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഇവിടെ അനുവദിച്ച് ഒരു 2 വർഷത്തോളം നമുക്ക് 2 വർഷം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയ സ്ട്രബിളുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഈ ഇയറായി ഇപ്പോൾ നമ്മൾ ഈ അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷം 3 ടീച്ചർ ട്രാൻസ്ഫർ വെച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് ജൂൺ മാസത്തിൽ തന്നെ ഒരു ടീച്ചർ പോയി, നിലവിലുണ്ടായിരുന്ന ടീച്ചർ പോയി. അത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ടീച്ചർ വന്നത്. അതൊരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ആ ടീച്ചർ പോയി. അത് കഴിഞ്ഞ് ഒരു ജസ്റ്റ് 2-3 ദിവസത്തെ ഗ്യാപ്പിന് ഒരു മാഷ് വന്നു. ആ മാഷ് വന്നത് 1.5 മാസം കഴിഞ്ഞപ്പോൾ ആളും പോയി. കുട്ടികൾ എന്താ പറയാ, നമ്മുടെ കുട്ടികളുടെ ഭാവി ശരിക്കും പറഞ്ഞൊരു തുലാസിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. ഒരു എന്താ പറയാ, കുട്ടികളെ നല്ല രീതിയിൽ പഠനം വരെ നല്ല രീതിയിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ടീച്ചേഴ്സ് ഇങ്ങനെ മാറി വരുന്നതുകൊണ്ട് അവരും ചില്ലറ സ്ട്രഗിളല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠനത്തിൽ മികവ് പുലർത്തിയ കുട്ടികൾ പോലും 8ാം ക്ലാസ്സിലെ ഈ അധ്യയന വർഷം പഠന മികവിൽ ഏറെ പുറകോട്ട് പോയതായി വിദ്യാർത്ഥികൾ തന്നെ സങ്കടത്തോടെ പറയുന്നു. എൻ്റെ പേര് അസ്ലി മുഹമ്മദ്. ഞങ്ങൾ ഈ വർഷം നഴ്സറി തൊട്ട് 7ാം ക്ലാസ് വരെ ഞങ്ങൾ 7ാം ക്ലാസ് പഠിച്ചിരുന്നു. ഈ വർഷം അധ്യാപകർ 3 എണ്ണമായിരുന്നു. 3 ടീച്ചർമാർ പോയി. പിന്നെ ഞങ്ങൾക്ക് 1.5 മാസം ടീച്ചർമാർ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങളെ പാഠഭാഗം അധികം പോയിട്ടുണ്ടായില്ല. അപ്പോൾ അധ്യാപകർ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർമാർ മാറി വരുന്ന കാരണം ഞങ്ങൾക്ക് എടുക്കണ ഭാഗങ്ങളൊന്നും മനസ്സിലാവില്ല. കുറേ എല്ലാ പാഠഭാഗങ്ങളും ഇടയ്ക്ക് വെച്ച് വേറെ ടീച്ചർമാർ എടുക്കുന്ന കാരണം മനസ്സിലാവാത്ത കാരണം പരീക്ഷയിലൊക്കെ ഭയങ്കര മാർക്ക് കൊണ്ടുവരണം. 12 ഉള്ളോ ഞങ്ങൾ കഴിഞ്ഞ നല്ലോണം മാർക്ക് മേടിച്ചിട്ടുണ്ടായി. പിന്നെ ആരിസ് 1ാം സ്ഥാനമായിരുന്നു. ഇപ്പോ അവൻ ജസ്റ്റ് പാസ്സാണ്. എല്ലാവരും ജസ്റ്റ് പാസ്സാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇനി ഇവിടുന്ന് പോകാൻ പറ്റാത്ത ടീച്ചർമാരെ അന്ന് സഹിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഭാവിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ അധ്യയന വർഷത്തിൽ ബാക്കിയുള്ള സമയമെങ്കിലും പൂർണ്ണമായി ഒരു അധ്യാപകനെയെങ്കിലും നിയമിച്ച് ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് എന്നോടൊപ്പമുള്ളത്. ഈ കൂട്ടുകാരുടെ മുഖത്ത് വലിയൊരു ആശങ്കയുണ്ട്. നഴ്സറി മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ തന്നെ ഹൈസ്കൂൾ പഠനം തുടരുന്നതിന്റെ സന്തോഷമുണ്ടായിരുന്നു ഇവർക്ക്. എന്നാൽ ഈ അധ്യയന വർഷം തന്നെ 3 മാസത്തിൽ 3 അധ്യാപകരാണ് ഇവരെ പഠിപ്പിക്കാനെത്തിയത്. നിലവിൽ ആ അധ്യാപകൻ കൂടി ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു അധ്യാപകൻ തന്നെയാണ് എല്ലാ വിഷയങ്ങളും എടുത്തിരുന്നത്. എന്നാൽ ആ അധ്യാപകനും ഇല്ലാതായതോടെ ഇവർ ക്ലാസ് മുറിയിൽ തനിച്ചാക്കപ്പെട്ട അവസ്ഥയാണ്. ഇനി ഇവരുടെ ഭാവി എന്താണ്? അധ്യാപകനല്ലാതെ പഠിപ്പിക്കാൻ ആളില്ലാതെ ഭാവി അനിശ്ചിതത്വത്തിലായ ഈ വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. സർക്കാർ ഇവരെ കൂടെ കൂട്ടണം. ഇവർക്കും പഠിക്കാൻ അവകാശമുണ്ട്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ദിനംപ്രതി 1000-ഓളം യാത്രക്കാർ ആശ്രയിക്കുന്ന പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം ബുദ്ധിമുട്ടുന്നു. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ നീളക്കുറവാണ് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. 50 ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനമുള്ള ഈ ക്ലാസ് സ്റ്റേഷനുകളിൽ ഒന്നാണിത്. നിലവിൽ പ്രതിവർഷം 56 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം. പരശുറാം, ഐലൻഡ്, കണ്ണൂർ, പുനലൂർ തുടങ്ങി 17 ട്രെയിനുകൾക്ക് നിലവിൽ സ്റ്റോപ്പുണ്ട്. കൂടുതൽ ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം ശക്തമാണ്. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി, ഷൊർണൂർ തിരുവനന്തപുരം വേണാട്, ഗുരുവായൂർ ചെന്നൈ, എഗ്മൂർ എന്നീ ട്രെയിനുകൾക്ക് കൂടി സ്റ്റോപ്പ് ലഭിച്ചാൽ വാർഷിക വരുമാനം 1 കോടിയിൽ കൂടുതൽ നേടാമെന്നും കൂടുതൽ യാത്രക്കാർക്ക് ഗുണം ലഭിക്കുമെന്നും ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നു. വരന്തരപ്പള്ളി, തൃക്കൂർ, മുപ്ലിയം,
ചേർപ്പ്, വല്ലച്ചിറ, മാപ്രാണം പ്രദേശങ്ങളിൽ നിന്നായി നിരവധി യാത്രക്കാരാണ് സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ നീളക്കുറവ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങാനും കയറാനും വളരെ പേടിയുള്ള ഒരു സിറ്റുവേഷനാണ്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന് 10.5 കോച്ചാണ് എഫക്റ്റീവായിട്ട് പിടിക്കാൻ നമ്മുടെ പ്ലാറ്റ്ഫോമിന് കപ്പാസിറ്റി ഉള്ളത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന് ഇപ്പോഴത്തെ മെമു ട്രെയിൻ അടക്കം, പാസഞ്ചർ ട്രെയിൻ അടക്കം 18 കോച്ചായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പിന്നെ കന്യാകുമാരിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർ സ്ലീപ്പറിലും എ സിയിലടക്കം ടിക്കറ്റ് റിസർവ് ചെയ്ത യാത്രക്കാർ മുഴുവൻ പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അങ്ങനെ ഒരുപാട് ഒരു ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവസ്ഥയായിട്ടുള്ളത്. 2 പ്ലാറ്റ്ഫോമിന് ക്രോസ് ചെയ്യാനുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് ഇപ്പം നിലവിലില്ല. 2 പ്ലാറ്റ്ഫോമുകൾക്കിടയിലായി 4 ട്രാക്കുകളാണ് ഇവിടെയുള്ളത്. ട്രാക്കുകൾ മുറിച്ചു കടക്കാൻ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഇവിടെ അനിവാര്യമാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ടൈൽ വിരിച്ച് നവീകരിച്ചിട്ടുണ്ടെങ്കിലും 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ നീളക്കുറവ് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. നിലവിൽ 11 കോച്ചുകളുടെ നീളമാണ് പ്ലാറ്റ്ഫോമിനുള്ളത്. 22 കോച്ചുകളുള്ള ട്രെയിൻ എത്തിയാൽ യാത്രക്കാർ ട്രാക്കിലേക്ക് നേരിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഇത് ഭിന്നശേഷിക്കാരടക്കമുള്ള യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. പ്ലാറ്റ്ഫോമിലെ വെളിച്ചക്കുറവാണ് രാത്രിയിൽ എത്തുന്ന യാത്രക്കാരുടെ പ്രധാന പ്രതിസന്ധി. ഞാനിവിടെ റെഗുലറായിട്ട് പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന് കയറുന്നൊരു യാത്രക്കാരനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രശ്നങ്ങൾ, ഇപ്പോൾ ഞാൻ രാത്രിയിലൊക്കെ വരുന്ന ടൈമിൽ ഇവിടെ ഈ കാറ് പാർക്ക് ചെയ്യുന്ന ഏരിയയിലൊക്കെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് വണ്ടി എടുക്കാനും അല്ലെങ്കിൽ വരാനൊക്കെ ആയിട്ട് ഈ അജൈവികൾ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള, നമുക്ക് രാത്രിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പുതുക്കാട് സ്റ്റേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ പുതുക്കാട് നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 2 രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും എനിക്ക് ഇറങ്ങേണ്ടി വരിക ഒരുപാട് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിട്ട്, അവിടെ ആണെങ്കിൽ പ്ലാറ്റ്ഫോം ഇല്ല, നമുക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് ഇറങ്ങുമ്പോൾ സ്റ്റെപ്സ് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ, ഒരു ദിവസം ഞാൻ അമ്മേനെ കൊണ്ടുവന്ന ടൈമിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ ഇറങ്ങാനായിട്ട്. അപ്പോൾ അത് ഒന്ന് വികസിപ്പിച്ചെടുത്താൽ നന്നായിരിക്കും. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ ഗേറ്റാണ് സ്റ്റേഷൻ വികസനത്തിന് തടസ്സമായി റെയിൽവേ ചൂണ്ടിക്കാണിക്കുന്നത്. മിനിറ്റുകൾ ഇടവിട്ട് ഗേറ്റ് അടയ്ക്കുമ്പോൾ 100 കണക്കിന് വാഹനങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ റെയിൽവേ മേൽപ്പാലം എന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ട്. 2 പ്ലാറ്റ്ഫോമുകളിലും കൂടുതൽ മേൽക്കൂരകൾ ഒരുക്കണമെന്നും കൊമേഴ്സ്യൽ ക്ലാർക്കിനെ നിയമിച്ച് റിസർവേഷൻ ആരംഭിക്കണമെന്നുമാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ ബൈക്കുകൾ വയ്ക്കാനായി മേൽക്കൂര വേണം. കൂടുതൽ പാർക്കിംഗ് ഏർപ്പെടുത്തുക. വിശ്രമമുറിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക. സ്റ്റേഷനിൽ ടീ സ്റ്റാൾ, ATM സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. 50 ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനമുള്ള ഈ ക്ലാസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷന്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇപ്പോഴും വികസനം കാത്തുകിടക്കുകയാണ്. 10 ബോഗികൾക്ക് നിൽക്കാനുള്ള സൗകര്യമാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ നീളം ഇപ്പോഴുള്ളത്. എന്നാൽ 21 ബോഗികളടക്കമുള്ള എക്സ്പ്രസ് ട്രെയിനുകളിൽ വരുന്ന യാത്രക്കാർ പലപ്പോഴും നേരിട്ട് ട്രാക്കിലേക്ക് ഇറങ്ങേണ്ട അപകടകരമായ സാഹചര്യമാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴുള്ളത്. രാത്രിയിലെ വെളിച്ചക്കുറവും വലിയ അപകട ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ അധികൃതരുടെ ഇടപെടലുണ്ടാകണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,945 രൂപയും പവന് 87,560 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.